നമ്മുടെ കേരളത്തിലെടുക്കാം. കേരളത്തിന് പുറത്തുള്ളവരെ എല്ലായിടും ഒരുപോലെ അല്ലല്ലോ കേരളത്തിൽ. നമ്മളെ കേരളത്തിലൊക്കെ ജോലിക്കാർ ഇന്ന ഡ്രസ്സ് ഇടാവൂ, ജോലിക്കാർ ഇപ്പോൾ കുറേ മാറിയിട്ടാ, കാരണം ഞാൻ പറഞ്ഞുതരാം. അവർ ഇന്ന ഡ്രസ്സ് ഇടാവും, പഴയ ഡ്രസ്സായിരിക്കണം, അത്ര നല്ല ഇതൊന്നുമല്ല. പൈസക്കാർ നല്ല ഡ്രസ്സ്, അവരുടെ വീട്ടുപണിക്കാർ അങ്ങനെ നിന്നോണം. പിന്നെ ഒരു ബാക്കിലൂടെ, വീടിൻ്റെ ബാക്കിലൂടെയൊക്കെ ഇറങ്ങിയാൽ പോവാവും, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ഫ്രണ്ടിൽ കൂടെ വരാൻ പാടില്ല എന്നൊക്കെ. ഈ ഇടയ്ക്ക് പിന്നെ ഇപ്പം മാറിയിട്ടോ, അപ്പോൾ ആൾക്കാരൊക്കെ അടിപൊളി ഡ്രസ്സ് ഇട്ട് തുടങ്ങി. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാട്ടോ ഞാൻ പറയുന്നത്. മാറ്റങ്ങൾ നല്ലതല്ലേ, ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ ഇടട്ടെ. പണ്ടും ആഗ്രഹിച്ചിരുന്നുണ്ടാവാം, സാഹചര്യം ഇതാണ്. പൈസക്കാർ പാവപ്പെട്ടവരിട്ടാൽ അത് നോക്കി കളിയാക്കി ചിരിക്കലും ബഹളമൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇല്ലാതെയൊന്നുമല്ല, ഉണ്ടാവണം. എൻ്റെ അറിവിലൊരു വീട്ടിൽ ഒരു പണിക്ക് ചേച്ചി വന്ന് അടിപൊളിയാണ്, നല്ല സ്റ്റൈലാണ്, കാണാനൊക്കെ നല്ല സ്റ്റൈലാണ്. ആളെല്ലാം അടിപൊളി ഡ്രസ്സിലായിട്ട് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നടക്കണം. നടക്കട്ടെ, നല്ല രസമുണ്ട് ചേച്ചിക്ക് ചേരും ആ ഡ്രസ്സൊക്കെ, നല്ല സ്റ്റൈലത്താണ്. പക്ഷെ അവരെ പണിയെടുക്കുന്നുണ്ടെന്ന് അവർ നോക്കിയാൽ പോരെ. അവരെ വീട്ടിലെന്തെങ്കിലും, അവരെ പിന്നെ വീട്ടിലുള്ളവരെ എന്തെങ്കിലും മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ പോരെ, അതൊക്കെ അറിഞ്ഞാൽ പോരെ. ഇവർ വീട്ടിൽ ചെന്നിട്ട് പണി ചെയ്യാണ്ട് ഇങ്ങനെ സ്റ്റൈലിഷ് കാണിച്ച് അവിടെ ഇരിക്കുന്നു, അതൊക്കെ ആണെങ്കിലല്ലേ വിളിച്ച് പറയേണ്ടുള്ളൂ. അവളൊരു പണി കൊടുക്കുന്നില്ല, ഇവിടെ മൊബൈലിൽ കുത്തി കളിക്കുന്നു, അല്ലെങ്കിൽ അവൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ഒരുങ്ങി വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു. വീട്ടു ജോലിക്ക് വരുന്നവർക്ക് എന്ത് നല്ല കുപ്പായിട്ടൂടെ. പിന്നെ അപ്പോൾ അതൊക്കെ ഇടാം. അപ്പോൾ ഈ ഇടയ്ക്ക് എൻ്റെ അറിവിലൊരാളെ ജോലിക്ക് വിടാൻ നേരത്ത് വേറെ ഒന്നുമല്ല, എൻ്റെ അവിടെ തന്നെ അമ്മേനോട് പണിക്ക് ആളുണ്ടോയെന്ന് ചോദിച്ചാൽ അമ്മാറിനുണ്ട്. പക്ഷേങ്കിൽ ആളിച്ചിരി മോഡേണാണ്, നിങ്ങൾക്കത് പറ്റുമെന്ന് ചോദിച്ചു. നമ്മുടെ കേരളത്തിൽ തന്നെ ഫേമസ് ആയ ഒരാളുടെ വീട്ടിലേക്കാണ് പണിക്ക് ആളെ വിട്ടത്. അപ്പോൾ അവർ പറഞ്ഞു നോ പ്രോബ്ലം, ആൾ പണിയെടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കറിയാം, റിച്ചായ ആൾക്കാർക്കറിയാം അവർ പുറത്തൊക്കെ പോയിട്ട്, പുറത്തെ കൺട്രിയിലൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. അവനവൻ്റെ ഇഷ്ടം, അവനവൻ്റെ ഡ്രസ്സ്, ഇതെല്ലാം പണിയെടുക്കണം, ഇത്രേ അവർക്കറിയുള്ളൂ. അതുപോലെ തന്നെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം അവർക്ക് വിശക്കുമ്പം അവർക്കെടുത്തൊക്കെ കഴിക്കാം. അവരെ അങ്ങനെ നമ്മൾ ഒറ്റപ്പെടുത്താൻ, അവരെ ഇങ്ങനെ നമ്മൾ ആ ഒരു രീതിയിലൊന്നും കാണാനൊന്നും പാടില്ല. അവിടെ പുറത്തോട്ടുള്ള കൺട്രിയിൽ എല്ലാ ജോലിക്കും അവരുടേതായൊരു വാല്യൂ പുറത്തെ നാട്ടിലുണ്ട്. ഇവിടെയാണ് കുറവ്, പണിക്കാരി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒക്കെ മാറിയിട്ടാ. അപ്പോൾ അങ്ങനെ അവരെ ജോലിക്ക് വിട്ടു. അമ്മേനോട് പറഞ്ഞിങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പം വലിയ റിച്ചായ ഒരാളുടെ, ഫേമസ് ആയ ഒരാളുടെ വീട്ടിലേക്കാണ് വിട്ടത്. അവിടെ പണിക്ക് നിൽക്കുന്നു. അപ്പോൾ അമ്മ വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സൂപ്പർവാ, ഒരു കുഴപ്പമില്ല, എല്ലാ പണിയും കൊടുക്കും അവർ, ഒരു കുഴപ്പമില്ല. അവിടെ ആണുങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉള്ളതാണ് ആ വീട്ടിൽ. അപ്പോൾ പറഞ്ഞു ഒരു പ്രശ്നമില്ല, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, അവരെന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തോട്ടെ, അവർ ഡ്രസ്സിലൊന്നും അല്ലല്ലോ കാര്യം, അവർ പണിയെടുക്കട്ടെ എന്ന് പറഞ്ഞു. നല്ല വയസ്സുണ്ട് അത്ര, 55-60 വയസ്സോളം ഉണ്ട് ആൾക്ക് എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവരുടെ ഇഷ്ടം, അവർക്ക് അപ്പോഴായിരിക്കും ഇടാൻ തോന്നിയത്. അവർക്കിപ്പോൾ ഈ കാലത്ത് എനിക്ക് ഇന്ന ഡ്രസ്സൊക്കെ ഇടണം, കാണുമ്പം നമുക്ക് ആകർഷണമാണ്. ഒരു പൂ കാണുമ്പോൾ നമുക്കത് പറിച്ച് മുല്ലപ്പൂ എന്ത് രസമാണ് ഒന്ന് വെച്ചാലോ എന്ന് തോന്നില്ലേ. പിന്നെ അങ്ങനെ പലതും. ഇപ്പോൾ പെർഫ്യൂമൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു, ഇല്ലല്ലോ. പെർഫ്യൂം കാണുമ്പോൾ തിന്നാൻ തോന്നില്ലേ. സ്വർണത്തിനോട് ആകർഷണം തോന്നാറില്ലേ. അതുപോലെ തന്നെയാണ് ഡ്രസ്സും. ഓരോരുത്തരൊക്കെ ഇടാൻ തോന്നും, ചിലർ പേടിച്ചിടില്ല. അയ്യോ നാട്ടുകാരെന്ത് വിചാരിച്ചിരുന്ന് പാവം അവരുടെ ഇഷ്ടങ്ങൾ ഒതുക്കി കൂടെയുള്ളൂ കുഴി പോകുന്നത് വരെ. നാട്ടുകാർ അവരവരെ ഇഷ്ടത്തിന് അവർ ജീവിക്കും. നാട്ടുകാരെ ചിന്തിച്ചിട്ട് കാര്യമില്ല, പറയേണ്ടത് പറയും തന്നെ ചെയ്യും. അവർ പറഞ്ഞു വിട്ടാൽ 2 ദിവസം കഴിയുമ്പോൾ അവർ പറച്ചിലങ്ങ് നിർത്തും. എത്രയെന്ന് പറയും, ഡെയിലി കഥ പറഞ്ഞുകൊണ്ടിരിക്കുക, അറിയില്ല. അപ്പോൾ അവനവന് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, അവനവന് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുക. പിന്നെ അവനവൻ എന്താണോ നമ്മുടെ ഇഷ്ടം, എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നിടത്തുനിന്ന് നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അത്ര തന്നെ.